ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു യമണ്ടൻ ഫുഡ് സ്പോട്ടിലാണ് ഫ്രണ്ട്സ്. ഫുഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ പോരാ, അതുക്കും മേലെയാണ്. അത് നിങ്ങൾക്ക് വീഡിയോ മുന്നോട്ട് കാണുന്തോറും മനസ്സിലാകും. അപ്പൊ ഇതാണ് പെരുമ്പിലാവിലുള്ള വിദ്യാലോകം. ആദ്യം തന്നെ കാണുന്നത് ഈ ഒരു വിശാലമായ കാർ പാർക്കിംഗ് സ്പേസ് ആണ്. പലരും വിചാരിക്കുന്നത് പോലെ ഇത് വിദ്യ തരുന്ന ലോകമല്ലട്ടോ. പകരം ഇവിടുത്തെ ഓണർ മിസ്റ്റർ വിദ്യാമണി അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ ഓർമ്മകളിലുള്ള പെരുമ്പിലാവ് ടൗൺ അങ്ങനെ തന്നെ 1.5 ഏക്കർ സ്ഥലത്ത് പറിച്ചു നട്ടിരിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അദ്ദേഹത്തിന്റെ ഓർമ്മയിലുള്ള കുറച്ച് മേജർ ലാൻഡ്മാർക്സ് അങ്ങനെ തന്നെ ഇവിടെ റിപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓർമ്മകളെല്ലാം ഇവിടെ സാക്ഷാത്കരിക്കാൻ ഇദ്ദേഹത്തെ സഹായിച്ചത് മറ്റാരുമല്ല, മലയാള സിനിമയിലുള്ള ഫേമസ് ആർട്ട് ഡയറക്ടർ മിസ്റ്റർ അജയൻ ചാലിശ്ശേരിയാണ്. കുറച്ചും കൂടി തെളിച്ച് പറയുകയാണെങ്കിൽ ഈ അടുത്ത് ഇറങ്ങി വൻ ഹിറ്റായ മഞ്ഞുമ്മൽ ബോയ്സിലെ ഗുണ കേവ്സിന്റെ സെറ്റ് ഇട്ടത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. ആ സൃഷ്ടിയുടെ പിന്നിലുള്ള അതേ വ്യക്തി തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. ആ ഒരു 80s കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വിന്റേജ് തീംഡ് ഫാമിലി ഗെറ്റവേ പോലെ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നടന്നു വന്ന ഈ പാത തൃശൂർ കുറ്റിപ്പുറം ഹൈവേ ആയിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. റോഡിന്റെ 2 സൈഡിലുമായിട്ട് പല മൈൽ സ്റ്റോൺസും കാണാം. കുന്നംകുളം, തൃശൂർ, ഗുരുവായൂർ, പെരുമ്പിലാവ് അങ്ങനെ പല പല മൈൽ സ്റ്റോൺസും വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും എവിടെ നോക്കിയാലും നല്ല കളർഫുൾ ഗ്രീനറി ആണ്, നല്ല ഫ്ലവേഴ്സും കാണാം. പിന്നെ ഇവിടെ 2 കൂടുകളിലായിട്ട് കുറച്ച് ലവ് ബേർഡ്സിനെ വളർത്തുന്നത് കാണാം. അതുകൊണ്ട് നല്ലൊരു കൺകുളിർമ നൽകുന്ന കാഴ്ചയാണ് ഇവിടെ വന്നാൽ കിട്ടുന്നത്. ഇവിടെ ചില ഡൈനിങ് സ്പേസിന്റെ മേലെയും ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. അപ്പൊ അവിടെയാണ് ഇവർ ചെറിയ രീതിയിലുള്ള ബർത്ത്ഡേ കിറ്റി പാർട്ടീസ് ഒക്കെ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആഹാ, നല്ല അടിപൊളി ഓപ്പൺ എയർ സ്റ്റൈലിലുള്ള സിമ്പിൾ ആൻഡ് കംഫർട്ടബിൾ ഫർണിച്ചേഴ്സ് അടങ്ങിയ ഒരു കൂൾ സ്പേസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. 20-25 പേരടങ്ങുന്ന ഏതൊരു ചെറിയ രീതിയിലുള്ള ഫംഗ്ഷൻസും ഇവിടെ സുഖമായി കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ആ ബ്ലൈൻഡ്സ് ഒക്കെ പൊക്കിക്കഴിഞ്ഞാൽ നല്ല ഫ്രഷ് എയറും അതേപോലെ ഇവിടെ നിന്നും കിട്ടുന്ന മനോഹരമായ കാഴ്ചയും ഇവിടുത്തെ പ്ലസ് പോയിന്റ്സ് തന്നെയാണ്. ഇനി ഇൻ കേസ് വീക്കെൻഡ്സിലൊക്കെ താഴെ ഡൈനിങ് സ്പേസസ് ഒക്കെ ഫുൾ ആവുമ്പോൾ പിന്നെ വരുന്ന ക്രൗഡിന് മേലെയും ഇവർ ഡൈനിങ്ങിനായിട്ട് തുറന്നു കൊടുക്കുന്നതാണ്. ഇവിടെ പല രീതിയിലുള്ള സീറ്റ് അറേഞ്ച്മെന്റ്സ് ഉള്ള ഡൈനിങ് സ്പേസസ് ഉണ്ട്. ചിലതിൽ 4-2 സീറ്റ്സ് ഉള്ള കോമൺ ഡൈനിങ് സ്പേസ് ആണെങ്കിൽ മറ്റു ചിലതിൽ 6-8 സീറ്റ്സ് ഉള്ള വലിയ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ കഴിക്കാനുള്ള സ്പേസ് ആയിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. അതേപോലെ എല്ലാ സ്പേസസിനും 80കളിലെ ഹിറ്റായ പടങ്ങളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, എല്ലാ ഡൈനിങ് സ്പേസസിലും 80കളിൽ ഹിറ്റായ മിക്ക പടങ്ങളുടെയും പോസ്റ്റർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു മൂവി ബഫ് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയൊരു സ്പേസ് ആണ്. പിന്നെ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമായത് നിർമ്മാല്യം എന്ന് പറയുന്ന ഈ ഒരു സ്പേസ് ആണ്. കാരണം നല്ലപോലെ കാറ്റും വെളിച്ചവും പുറത്ത് നല്ല സീനറി പോലെ ഉള്ള സെറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരിടമായി തോന്നി. പണ്ട് കാലങ്ങളിലുള്ള കാളവണ്ടിയുടെ ചക്രം, അതേപോലെ അമ്മിക്കല്ല്, ആട്ടുംകല്ല് ഒക്കെ കാണാം. ഇവിടുത്തെ സ്ഥലത്തിന്റെയും ഓണറിന്റെയും സകല കഥകളും പറഞ്ഞു തരുന്നത് നമുക്ക് ഇവിടുത്തെ മാനേജറായ മിസ്റ്റർ അരുണാണ്. ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും വിശദമായി കാര്യങ്ങൾ അറിയില്ലായിരുന്നു. വളരെ വെൽ മാനേർഡ് ആൻഡ് സോഫ്റ്റ് സ്പോക്കൺ പേഴ്സൺ ആയിരുന്നു ഇദ്ദേഹം. നല്ല രസകരമായിട്ട് കഥ പറയുന്നുണ്ട്. അപ്പൊ നമുക്കും അത് കേട്ടിരിക്കാൻ തോന്നും. മഴ കുറച്ചൊന്ന് തോർന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ കളർഫുള്ളായി സെറ്റ് ചെയ്തിട്ടുള്ള സ്പോട്ടുകൾ കാണാം. അതായത് എല്ലാ നുക്ക് ആൻഡ് കോർണർ ഇവർ ശരിക്കും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ വന്ന് നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടൊക്കെ നടത്താവുന്നതാണ്. അതേപോലെ തന്നെ വെഡിങ് ഫംഗ്ഷൻ, സേവ് ദ ഡേറ്റ് ഫംഗ്ഷൻസ് ഒക്കെ ഇവിടെ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഇവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ ഇവർ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു ഡൈനിങ് സ്പേസ് കാണുമ്പോൾ പണ്ടത്തെ ഒരു ചായക്കട പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പൂക്കളെല്ലാം ആർട്ടിഫിഷ്യൽ ആണ്, പക്ഷെ അത് വെക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആ വള്ളികൾ ഒറിജിനലാണ്. നമ്മൾ വിചാരിച്ചതുപോലെ തൊട്ടപ്പുറത്ത് പണ്ടത്തെ പെരുമ്പിലാവ് ടൗണിൽ ഉണ്ടായിരുന്ന ഒരു നാടൻ ടീ ഷോപ്പ് തന്നെയാണ്. നടന്നു കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ വീൽ ചെയറിന്റെ സൗകര്യമുണ്ട്. അപ്പൊ ഇതാണ് ഭഗവതി വിലാസം കാപ്പി ക്ലബ്ബ്. അന്നത്തെ കാലത്തെ ഒരു പ്രസിദ്ധമായ ചായക്കടയാണ്. നാട്ടുകാരെല്ലാരും വന്ന് ചായയും കാപ്പിയും കുടിച്ച് സൊറ പറഞ്ഞിരുന്ന ഒരു ട്രഡീഷണൽ ടീ ഷോപ്പ്. പണ്ടത്തെ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഒരു ടിപ്പിക്കൽ
ടിപ്പിക്കൽ ചായക്കടയായിട്ടാണ് തോന്നിയത്. അതേപോലെ ആ ഒരു പഴഞ്ചൻ ലുക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് ഇവിടെ ചുമരുകളും എല്ലാം ആ ഒരു കളർ ടോണിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ പണ്ടുണ്ടായിരുന്ന വൈൻഡ് ചെയ്യുന്ന ക്ലോക്കും ഭരണികളും ട്രാൻസിസ്റ്റർ റേഡിയോ, അതേപോലെ പഴയ സ്റ്റൈലിലുള്ള ജനാലകൾ, പിന്നെ ഇവിടെ പഴയ രീതിയിലുള്ള ആ ഒരു മെനു ബോർഡും കാണാം. ഇതൊക്കെ ഇന്നത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് കാണുമ്പോൾ വളരെ കൗതുകമായി തോന്നാം. അപ്പൊ ഇതും ഒരു ഡൈനിങ് സ്പേസ് ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. മഴയില്ലാത്ത സമയത്ത് പുറത്തിരുന്ന് കഴിക്കാൻ വേണ്ടി ഇവിടെ ബെഞ്ചും ഡെസ്കും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് പെരുമ്പിലാവ് ടൗണിലാണ്. ടീ ഷോപ്പിന് തൊട്ടടുത്ത് ഇപ്പോഴത്തെ മോഡേൺ ക്രൗഡിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു AC ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. ഇത് കാണുമ്പോൾ പണ്ടത്തെ ഭാർഗവി നിലയം സിനിമയിലുള്ളത് പോലുള്ള ഒരു ഹോണ്ടഡ് പ്ലേസ് പോലെയുള്ള ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് വിദ്യാനിലയം ഹാൾ. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ആഹാ, ഇപ്പത്തെ ക്രൗഡിന് ഇഷ്ടപ്പെടുന്ന ഒരു റെട്രോ സ്റ്റൈലിലുള്ള ഒരു കിഡിലൻ കളർഫുൾ കംഫർട്ടബിൾ ആൻഡ് കോസി സ്പേസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നല്ല ഷാൻലിയേഴ്സും അതേപോലെ എൻഗ്രേവ്ഡ് സ്കൾപ്ചേഴ്സും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് ഗംഭീരമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സീറ്റ് അറേഞ്ച്മെന്റ്സ് ആയാലും നല്ല പ്ലഷ് സീറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഫർണിച്ചേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് ഇവരുടെ ഈ വാഷ്റൂമാണ്. അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭംഗിയുള്ള ഒരു നീറ്റ് ആൻഡ് ടൈഡി വാഷ്റൂം ഇപ്പൊ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ആ കോർണറിൽ വെച്ച പൂച്ചട്ടിയിൽ നിന്നും പടർന്ന് പന്തലിച്ചതാണ് ഇത് എന്നുള്ള ഒരു ഫീലിംഗ് ആണ്. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരം. ഇവിടെയും ഈ ആംബിയൻസിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളർഫുൾ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇത് മാത്രമാണ് ഒരു AC ഡൈനിങ് സ്പോട്ടായിട്ട് വരുന്നത്. കുറച്ച് പ്രൈവസി ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്നിരുന്ന് കഴിക്കാം. പക്ഷെ ഇവിടെ വന്നാൽ ശരിക്കും കഴിച്ച് ആസ്വദിക്കേണ്ടത് ഇവരുടെ ഔട്ട്ഡോർ ആംബിയൻസിലാണ്. ഞാൻ അതാണ് സജസ്റ്റ് ചെയ്യുക. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഓണറിന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട്. അതായത് അക്കിക്കാവിലുള്ള ടെമ്പോ പാർക്ക്. അവിടെ ഒരു ഡ്രൈവറായി തുടങ്ങി ഇന്നത്തെ വിദ്യാമണി ആയതിന്റെ ആ ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ വളരെ ഇൻസ്പയറിംഗ് ആണ്. നിങ്ങൾ ഒരു സെൽഫ് മെയ്ഡ് പേഴ്സൺ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കഥ കേട്ടാൽ ശരിക്കും ഇൻസ്പയർഡ് ആകും. അപ്പോ അത് കംപ്ലീറ്റ് സ്റ്റോറി നല്ല രസകരമായിട്ട് ഇവിടുത്തെ മാനേജർ മിസ്റ്റർ അരുൺ പറഞ്ഞും തരുന്നതായിരിക്കും. മഴയും കാറ്റും ഒന്നും ഇല്ലാത്ത സമയത്ത് രാത്രി കാലങ്ങളിൽ ഈ വിളക്കുകളൊക്കെ കത്തിച്ചു വെക്കുമെന്നാണ് ഇവർ പറഞ്ഞത്. വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയായിരിക്കും. അപ്പൊ ഇനി നമുക്ക് ഇവരുടെ കിച്ചൺ കാണാം. നല്ല ഓപ്പൺ കിച്ചൺ ആണ്. നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ മേലെ പണ്ട് കാലങ്ങളിൽ പെരുമ്പിലാവിലുണ്ടായ പ്രോഗ്രസീവ് ക്ലബിന്റെ സ്ട്രക്ചറും വരുന്നുണ്ട്. ലഞ്ചിനുള്ള ഐറ്റംസ് ഒക്കെ ഓരോന്നായി റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. എല്ലാവരും അവർക്ക് ഏൽപ്പിച്ച ജോലികൾ നല്ല ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ കിച്ചന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും നല്ല നാടൻ ഭക്ഷണമാണ്. ശരിക്കും ഈ ഒരു ടൈപ്പ് ആംബിയൻസിന് ആപ്റ്റ് ആയിട്ടുള്ള ഭക്ഷണവും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഉണ്ടാക്കുന്നത് നല്ല പ്യുവർ നാടൻ വെളിച്ചെണ്ണയിലുമാണ്. ഇവിടെ പണ്ട് കാലങ്ങളിലൊക്കെ കണ്ടിരുന്ന ലെറ്റർ ബോക്സ് ഒക്കെ കുറെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ രാത്രിയിലൊക്കെ വന്നാൽ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും എന്നിവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് കാണിക്കാൻ നമ്മൾ നൈറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ എന്ന് ആലോചിക്കുന്നുമുണ്ട്. പിന്നെ കുറച്ചും കൂടി നടന്നപ്പോ മറ്റൊരു മനോഹരമായ ഒരു കാഴ്ച കണ്ടത് ഈ ഒരു കുളമാണ്. നല്ല കളർഫുൾ മീനുകൾ ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസും വരുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഈ സമയത്ത് തന്നെ നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പൊ വെള്ളച്ചാട്ടവും കുളവും മഴയും ഒക്കെ കൂടി നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ഡൈനിങ് സ്പോട്ടാണ് ലിസ. ഇതും വളരെ മിനിമൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉള്ള ഒരു സ്പേസ് ആണ്. ഇതിന്റെ മേലെയും ഒരു ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും കയറി നോക്കാം. പുറത്തുനിന്ന് കണ്ടിട്ട് ഒരു ചെറിയ സ്പേസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ നിന്ന് മെയിൻ എൻട്രൻസിന്റെ ഒരു നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. 6 പേർക്ക് ഇരിക്കാനുള്ള ഒരു കംഫർട്ടബിൾ സ്പേസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ താഴത്തെ തൊട്ടപ്പുറത്ത് തന്നെ സർപ്പം എന്ന ഈ ഒരു ഡൈനിങ് സ്പേസും വരുന്നുണ്ട്. ഇവിടെ ഒരു മിക്സഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. 2 6 സീറ്റർ ടേബിൾസും വരുന്നുണ്ട്, ഒരു 4 സീറ്റർ ടേബിളും വരുന്നുണ്ട്. പഴയ കാലത്തെ പെരുമ്പിലാവിലുണ്ടായിരുന്ന ഒരു തിരക്കുള്ള പ്രസിദ്ധമായ സ്റ്റോഴ്സ് ആണ് SR സ്റ്റോഴ്സ്. അപ്പൊ അതിന്റെ പേരിലും ഒരു ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. മിനിമൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ഉള്ളത്.
പണ്ടത്തെ രീതിയിലുള്ള വാച്ച് റിപ്പയർ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള ബോർഡ് കാണാം. ഇതിന്റെ തൊട്ട് ഓപ്പോസിറ്റായി കുന്നംകുളത്തെ അന്നത്തെ പ്രസിദ്ധമായ EVK ഔഷധശാലയുടെ പേരിലും ഒരു ഡൈനിങ് സ്പേസ് കാണാം. ഇവിടെയും മിക്സഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. 2 6 സീറ്ററും 2 4 സീറ്റർ ടേബിൾസും ഉണ്ട്. ഇതിന് നേരെ മുമ്പിൽ SR സ്റ്റോഴ്സിന്റെ അടുത്തായിട്ട് അന്നത്തെ കാലത്തെ പ്രസിദ്ധമായ ടൈലേഴ്സ് ഭാവന ടൈലേഴ്സിന്റെ പേരിലും ഒരു ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. അതിന്റെ താഴെ അന്നത്തെ കാലത്ത് പ്രധാനമായ വ്യാപാരം മലഞ്ചരക്ക് വ്യാപാരം, അതിന്റെ പേരിൽ ഒരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ എല്ലാം നടുവിലായിട്ട് വരുന്നത് പെരുമ്പിലാവിൽ അന്നത്തെ കാലത്തെ വളരെ പ്രസിദ്ധമായ ഒരേ ഒരു തിയേറ്റർ സൈന മൂവീസ് അല്ലെങ്കിൽ സൈന സിനിമ ടാക്കീസ് ആണ് ഇവിടെ വരുന്നത്. അത് അതേപടി ഇവിടേക്ക് പറിച്ചു നട്ടതുപോലെ റിപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ റിയലിസ്റ്റിക് ആയി തോന്നി. ഒരു പക്ഷേ ഇവിടെ കളിച്ച പടങ്ങളുടെ പോസ്റ്റർ ആയിരിക്കാം എല്ലാ ഡൈനിങ് സ്പേസസിലും ഇവര് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭാവന ടൈലേഴ്സിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ് ഇത്. അവിടെയും പോയി കഴിക്കാവുന്നതാണ്. ഇതിന്റെ എല്ലാം തൊട്ടിപ്പുറത്ത് തന്നെ ഇവരുടെ കോമൺ ഹാൻഡ് വാഷ് ഏരിയയും ടോയ്ലറ്റ്സും വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കൈ കഴുകാൻ മാത്രമാണെങ്കിൽ മിക്ക ഡൈനിങ് സ്പേസസിന്റെ സൈഡിലായിട്ട് വാഷ് ബേസിനും വരുന്നുണ്ട്. പിന്നെ കൗതുകമായിട്ട് തോന്നിയത് പെരുമ്പലാവിലുള്ള പഞ്ചായത്ത് കിണർ അതേപോലെ ഇവിടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. കാണേണ്ടതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ശരിക്കും വിശന്നു തുടങ്ങി. അപ്പൊ ഇനി നമുക്ക് അടുത്ത പ്രധാന പരിപാടിയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ തിരിച്ച് നിർമ്മാല്യത്തിലേക്ക് തന്നെ വന്നു. ഇവിടെ ഇരുന്ന് ഇവരുടെ മെനു നോക്കാമെന്ന് വിചാരിച്ചു. അന്നാന്നുണ്ടാക്കുന്ന വളരെ സിമ്പിൾ മെനു ആണ്. അത് മീനായാലും ഇറച്ചിയായാലും മാർക്കറ്റ് പ്രൈസ്, അവൈലബിലിറ്റി, സൈസ് അനുസരിച്ച് മെനുവിലെ റേറ്റ് കൂടാം കുറയാം. അപ്പൊ നമ്മൾ ഇവരുടെ കുറച്ച് സ്പെഷ്യൽസും സിഗ്നേച്ചർ ഡിഷസുമാണ് ഓർഡർ ചെയ്തത്. ഓരോ ഐറ്റംസും ഇങ്ങനെ എത്തി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം വളരെ ടെംപ്റ്റിംഗ് ആൻഡ് അട്രാക്റ്റീവ് നാടൻ വിഭവങ്ങളാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ആദ്യം കണ്ടതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആൻഡ് ടെംപ്റ്റിംഗ് ആയി തോന്നിയ ഇവരുടെ സിഗ്നേച്ചർ ഡിഷായ മസാല കുഞ്ഞിക്കോഴിയിൽ നിന്നും തുടങ്ങാം. നല്ല പ്രസന്റേഷൻ, നല്ല ക്വാണ്ടിറ്റി, കണ്ടിട്ട് ശരിക്കും വായിൽ നിന്നും വെള്ളം ഊറുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം. ശരിക്കും ഒരു അടിപൊളി മസാലയാണ് ഈ കുഞ്ഞിക്കോഴിയുടെ ഹൈലൈറ്റ്. ഇതുവരെയും എവിടെ നിന്ന് ഇത്രയ്ക്കും ടേസ്റ്റി മസാല കുഞ്ഞിക്കോഴി കഴിച്ചിട്ടില്ല. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. നിങ്ങൾ ഇവിടെ വന്ന ഒരു രക്ഷയുമില്ലാത്ത അഡിക്റ്റീവ് ടേസ്റ്റ് ആണ്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് ബ്ലാക്ക് സോൾട്ട് ആണ്. നമുക്ക് കഴിക്കുമ്പോൾ അജിനോമോട്ടോ പോലെ തോന്നിക്കുന്നുണ്ടെങ്കിലും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ നാച്ചുറൽ ആൻഡ് ഹെൽത്തി ഇൻഗ്രീഡിയൻസ് ആണ്. അങ്ങനെ പവനായി ശവമായി. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവിടുത്തെ മാനേജർ മിസ്റ്റർ അരുൺ സജസ്റ്റ് ചെയ്ത ഇവരുടെ കുട്ടനാടൻ മീൻ പൊള്ളിച്ചതാണ്. ഇതിൽ കരിമീനാണ് അവൈലബിൾ ആയിരുന്നത്. ഇത് കൂടാതെ നെയ്മീനിലും കാളാഞ്ചിയിലും ചെമ്പല്ലിയിലും ഓപ്ഷനും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇത് തുറക്കുമ്പോ തന്നെ ഒരു സ്പെഷ്യൽ മസാല മാരിനേഷന്റെ ആവി പറക്കുന്ന അരോമ കിട്ടുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തന്നത് മാനേജർ തന്നെയാണ്. ഇവിടെ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ മസാലയാണെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇത് എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്. ഒരു ഫോർക്ക് എടുത്ത് ആ അരപ്പിലൊന്ന് ചകഞ്ഞ് നോക്കിയപ്പോ കിട്ടിയത് തക്കാളി അതേപോലെ നാരങ്ങ പോലുള്ള സംഗതികളാണ്. പിന്നെ നല്ലൊരു തിക്ക് അരപ്പും കാണാം. നല്ല ഫ്രഷ് മീനാണ്. നല്ല ചൂടുണ്ട്. കൈ ശരിക്കും പൊള്ളിപ്പോയി. നമുക്ക് ആ തക്കാളി ഉപയോഗിച്ച് മീനും കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം. കൊള്ളാം. ഒരു പ്രത്യേക തരം മസാലയാണ്. ശരിക്കും ഇത് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ആ ഫ്ലേവർ കിട്ടുന്നത്. ചെറിയൊരു പെപ്പർ ഫ്ലേവറും പിന്നെ ഒരു പുളിപ്പും ഉണ്ട്. ഇത് കൂടാതെ വേറെ കുറെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ വന്നപ്പോ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പോ മീൽസ് ഒക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ലഞ്ച് ഐറ്റംസിൽ ആകെ അവൈലബിൾ ആയിരുന്നത് ഇവരുടെ ബിരിയാണിയാണ്. അപ്പൊ നമ്മൾ ഇവരുടെ കുറ്റിച്ചിറ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പൊ നമുക്ക് ലേശം ബിരിയാണി പ്ലേറ്റിലേക്ക് എടുത്തിടാം. നല്ല ക്വാണ്ടിറ്റി, നല്ല മലബാർ സ്റ്റൈലിലുള്ള ദം കുക്ക് ബിരിയാണിയാണ്. 2 വലിയ കഷ്ണങ്ങൾ വരുന്നുണ്ട്. മുട്ടയില്ല, പപ്പടവും ഇല്ല. പിന്നെ ഇതിന്റെ കൂടെ റൈത്ത, പിക്കിൾ, ചമ്മന്തി വരുന്നുണ്ട്. നല്ല മുട്ടൻ ലെഗ് പീസ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം റൈത്ത എടുത്തൊഴിക്കാം. കുറച്ച് ചമ്മന്തി എടുത്തിടാം. കുറച്ച് അച്ചാറും എടുത്തിടാം. ചിക്കനൊക്കെ നല്ല വെൽ കുക്ക്ഡ് സോഫ്റ്റ് ചിക്കനാണ്. അപ്പൊ ചിക്കനും കൂട്ടി ഇതെല്ലാം കൂടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം.
അധികം മസാല ഇല്ലെങ്കിലും നല്ല ഫ്ലേവർസം ബിരിയാണിയാണ്. ബിരിയാണി ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും. പൊറോട്ട ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ അങ്ങനെ അതും കിട്ടി. അപ്പൊ ഇതാണ് ഇവരുടെ നൂൽ പൊറോട്ട. നല്ല ഫൈൻ നൂൽ പൊറോട്ടയാണ്. മിക്കയിടത്തും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴന്തുണി പോലത്തുള്ള നൂൽ പൊറോട്ടയാണ് കണ്ടിട്ടുള്ളത്. ഇവിടത്തെ നൂൽ പൊറോട്ടയ്ക്ക് ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ട്, ഒരു ചെറിയ മൊരിച്ചിൽ പോലെ. അപ്പൊ പൊറോട്ട കൂട്ടി കഴിക്കാനായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റമായ അഷ്ടവർഗ കാന്താരി ചിക്കനാണ്. പേര് കേട്ടിട്ട് ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള ചിക്കൻ ഡിഷ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതും ഇവരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ നമുക്കൊരു ചിക്കൻ പീസും പിന്നെ ഇതിലുള്ള ആ അരപ്പും കുറച്ചെടുത്ത് ഈ പൊറോട്ടയും കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു കാന്താരി ഫ്ലേവർ കിട്ടുന്നുണ്ട്. പിന്നെ അത് കൂടാതെ വേറെ 8 സീക്രട്ട് ഇൻഗ്രീഡിയൻസിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവർ സജസ്റ്റ് ചെയ്ത ഇവരുടെ സ്പെഷ്യാലിറ്റി ഡിഷായ ബീഫ് പള്ളിക്കറിയും നെയ്ച്ചോറുമാണ്. ഇപ്പോഴത്തെ വളരെ ട്രെൻഡിങ് ഡിഷാണ്. അതിന്റെ കൂടെ റൈത്തയും അച്ചാറും പിന്നെ പരിപ്പും ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ പരിപ്പ് കിട്ടാൻ കുറച്ച് വൈകുമെന്ന് പറഞ്ഞപ്പോ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നെയ്ച്ചോറ് വിളമ്പുമ്പോ ആ പ്യോ ഗീയുടെ അരോമ ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. ഇവരുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല ഹെൽത്തി ആൻഡ് നാച്ചുറൽ ആണെന്ന് നമുക്ക് ശരിക്കും അത് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിലുപയോഗിക്കുന്ന മസാലകളെല്ലാം ഇവർ ഇൻഹൗസ് പ്രിപ്പറേഷൻ ആണെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാന്ന് നമുക്ക് ധൈര്യമായി പറയാം. ബീഫൊക്കെ നല്ല വെൽ കുക്ക്ഡ് ബീഫാണ്. അപ്പൊ നമുക്ക് ആ ബീഫ് കറിയും നെയ്ച്ചോറും കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓഫ് മോനെ, ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള ബീഫ് കറി, അപ്പൊ അതിലേക്ക് ഈ പൊറോട്ടയും കൂട്ടി കഴിച്ചാൽ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് കുറച്ച് പൊറോട്ട എടുത്ത് ആ ബീഫും കൂട്ടി ആ ചാറിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. പൊളിച്ചു മോനെ, പൊളിച്ചു. അപ്പൊ ഇന്നത്തെ ഒരു കിഡിലെ നാടൻ ഫുഡ് എക്സ്പീരിയൻസിന് ശേഷം നമ്മൾ ഡെസേർട്ട് കഴിക്കാനായിട്ട് നേരെ പോയത് ഇവരുടെ AC ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവര് തന്നെ സജസ്റ്റ് ചെയ്ത ഇവരുടെ സ്പെഷ്യൽ കുൽഫി ഫ്രൂട്ട് ആണ് നമ്മൾ ഡെസേർട്ടായി ഓർഡർ ചെയ്തത്. അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന്. കണ്ടിട്ട് ഒരു കുൽഫി ഐസ്ക്രീം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫലൂഡ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കുൽഫി ഐസ്ക്രീം തന്നെയാണ്. പിന്നെ ഇതിൽ ഇഷ്ടം പോലെ കട്ട് ഫ്രൂട്ട്സ് വരുന്നുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് വരുന്നുണ്ട്, നട്ട്സ് വരുന്നുണ്ട്. ഒരു ഹോൾസം ഫലൂഡ പോലുള്ള ഒരു ഐറ്റം തന്നെയാണ്. ആകെ ഒരു വ്യത്യാസം തോന്നിയത് ഇതിൽ ഒരു ഫ്ലേവറിലുള്ള ഐസ്ക്രീം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു കിഡിലൻ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അതിപ്പോ അവരുടെ ഫുഡ് ആയാലും ആംബിയൻസ് ആയാലും സർവീസ് ആയാലും ഹോസ്പിറ്റാലിറ്റി ആയാലും. അപ്പൊ ഇവിടുന്ന് ഇറങ്ങുമ്പോ ഏകദേശം ചായയുടെ സമയമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറാം എന്ന് വിചാരിച്ച് ഇവരുടെ ചായയും കൂടി ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോ നല്ല ഹൈജീനിക് രീതിയിലാണ് ഇവർ ചായ ഉണ്ടാക്കുന്നത്. നല്ല തിളച്ച വെള്ളത്തിൽ ഗ്ലാസ് ഒക്കെ ഇട്ട് വെച്ച് ഉള്ളിൽ കൈകൊണ്ട് തൊടാതെ ഇങ്ങനെ സ്റ്റൈലിൽ ചായ അടിച്ച് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഡബിൾ ലെയറിലുള്ള ചായയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണാൻ തന്നെ നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. ഏകദേശം നമ്മുടെ കോഴിക്കോടൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഡാൻസിങ് ടീ പോലുള്ള ഒരു സംഭവമാണ്. പിന്നെ സ്റ്റൈലിനായിട്ട് ഇപ്പത്തെ കാപ്പുച്ചീനോ ലാറ്റയുടെ ഒക്കെ മുകളിൽ ക്രീം ഇടുന്നത് പോലെ പതയും ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ സ്പെഷ്യലില് നമ്മൾ ഓരോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ. ഇന്നത്തെ ദിവസം മഴയ്ക്ക് ഒരു കുറവുമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ചായയും കടികളും എത്തിക്കഴിഞ്ഞു. നമുക്ക് എന്തായാലും ആ ദം ടീ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നല്ല ചൂടോടുകൂടി ഒന്ന് കുടിച്ചു നോക്കാം. ആഹാ, നല്ല സൂപ്പർ അടിച്ച ചായ. എനർജി വീണ്ടും ബൂസ്റ്റായ പോലെ തോന്നി. ഇനി നമുക്ക് ഇവരുടെ പരിപ്പുവട ഒന്ന് കഴിച്ചു നോക്കാം. പൊട്ടിച്ചപ്പോ നല്ല ഫ്രഷ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഒന്ന് കഴിച്ചു നോക്കാം. ആഹാ, നല്ല കറുമുറാന്നുള്ള ഫ്രഷായി പ്രിപ്പയർ ചെയ്ത പരിപ്പുവടയാണ്. അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇവിടുത്തെ കടികളെല്ലാം ഡെയിലി ഇവർ തന്നെ ഫ്രഷായി ഉണ്ടാക്കുന്നതാണെന്ന്. നല്ല ഡീസന്റ് പഴംപൊരി ആയിരുന്നു. അപ്പൊ ഇത്രയും കൂടി നിന്നപ്പോ മാനേജർ പറഞ്ഞു രാത്രിയിലത്തെ ആംബിയൻസും കൂടി കണ്ടിട്ട് പോയാൽ മതിയെന്ന്. അപ്പൊ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല, പ്രേക്ഷകർക്ക് വേണ്ടി അതും കാണിക്കാമെന്ന് വിചാരിച്ച് നൈറ്റിലുള്ള ഈ ആംബിയൻസും കൂടി ഒന്ന് കണ്ടു കളയാം എന്ന് വിചാരിച്ചു. നൈറ്റിലായപ്പോ വേറൊരു ആംബിയൻസ് പോലെയാണ് ഫീൽ ചെയ്തത്. നല്ല രീതിയിലുള്ള കളർഫുൾ ലൈറ്റ്സും മഞ്ഞും തണുപ്പും മഴയും എല്ലാം കൂടി ആയപ്പോ ഏതോ ഒരു ഹൈ റേഞ്ചിലുള്ള റിസോർട്ടിൽ പോയ പ്രതീതിയായിരുന്നു.
നൈറ്റിലായപ്പോഴാണ് കൂടുതലും ക്രൗഡ് ഫീൽ ചെയ്തത്. അതായത് ഒരുപാട് ഗ്രൂപ്പ്സ് ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. ഫ്രണ്ട്സും ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട്, അതേപോലെ വലിയ ഫാമിലി ഗ്രൂപ്പായി വരുന്നുണ്ട്. നല്ലൊരു കളർഫുൾ ബിസി വൈബ് പോലെയാണ് ഫീൽ ചെയ്തത്. ഒരുവിധം എല്ലാ ഡൈനിങ് സ്പേസസും ഫുള്ളായിരുന്നു. പിന്നെ ഇവിടെ വരുന്നത് ലോക്കൽസിനേക്കാളും കൂടുതൽ മറ്റുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്നുമാണെന്നാണ് മാനേജർ പറഞ്ഞത്. അത് സത്യമാണെന്ന് ഇവിടെ വരുന്നവരെ കണ്ടപ്പോൾ എനിക്കും തോന്നി. പിന്നെ നിങ്ങൾ ആരെങ്കിലും ചന്ദ്രനെ ഇത്ര അടുത്തു നിന്നും കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നാൽ അതും കാണാം. വളരെ അടുത്തായിരിക്കും ചന്ദ്രൻ. ഇത് ശരിക്കും റിയലിസ്റ്റിക് ആയി തോന്നുന്നുണ്ട്. ഇതും അജയൻ ചാലശ്ശേരിയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ്. എന്തായാലും ഇവിടുത്തെ മാനേജറും സ്റ്റാഫ്സും ഒക്കെ പറഞ്ഞത് സത്യം തന്നെയാണ്. രാത്രിയിൽ ഇവിടെ കാണാൻ വേറിട്ട ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. എന്തായാലും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നവർക്കും വീഡിയോ എടുക്കുന്നവർക്കും ഒരു പൂക്കാലം തന്നെയാണ്. കാരണം ഏതൊരു നുക്ക് ആൻഡ് കോർണറിൽ പോയാലും നല്ല മെമ്മറീസ് ഉണ്ടാക്കാനുള്ള സ്പോട്ടുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ശരിക്കും ട്രൂലി ഇൻസ്റ്റാഗ്രാമബിൾ സ്പോട്ട്സ്, ശരിക്കും ഒരു ട്രൂ ഫാമിലി ഗെറ്റവേ സ്പോട്ടാണെന്ന് ഉറപ്പിച്ചു തന്നെ പറയാം. ഒരു ദിവസം പോയത് തന്നെ അറിഞ്ഞില്ല, അത്രയ്ക്കും രസകരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ആ ഫാമിലി ക്രൗഡിനെ അട്രാക്ട് ചെയ്യാൻ തന്നെയാണ് ഇതിന്റെ ഉടമസ്ഥൻ വിദ്യാമണി ഈ ഒരു വലിയ സംരംഭം ഇവിടെ തീർത്തിട്ടുള്ളത്. പുറത്തു നിന്ന് കാണുന്ന ആംബിയൻസ് മാത്രമല്ല, ഇവിടെ കൊടുക്കുന്ന ഫുഡും സൂപ്പറാണ്. അതും തനി നാടൻ ഭക്ഷണം. അപ്പൊ ഇവിടെ ഒരു പ്രാവശ്യവും വരാത്തവരുണ്ടെങ്കിൽ ഇവിടെ വന്നൊന്ന് കണ്ടു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. ഇവിടെ മുമ്പ് വരാത്തതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ വിഷമം ഒഴിവാക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. നേരെ ഇങ്ങോട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലിയായി വന്ന് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ട് ആസ്വദിച്ച് ഇവരുടെ നാടൻ ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.